പിറകിലുള്ള ശക്തി എന്താണ്? ഉറക്കെ വായിച്ച പ്രായത്തിൽ അല്ലെങ്കിൽ വായിച്ച ദിവസത്തിൽ ഞാനും ആ പേജ് മറിക്കുന്നതിന് മുൻപ് ഞാൻ പ്രതീക്ഷിച്ചത് ദ റീസൺ ഈസ് ഗോഡ് എന്നായിരുന്നു. അല്ല, ഡോക്ടർ സ്മിത്ത് അതിന് മറുപടിയായി എഴുതിയത് ഈ ലോകത്തിലെ ഏറ്റവും വലിയ അറിവിനെക്കുറിച്ചാണ്. ഈ ലോകത്തിലെ ഏറ്റവും ശക്തമായ, ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും സത്യസന്ധമായ, ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും നിരുപാധികമായ, ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും ആഹ്ലാദകരമായ, ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും വസ്തുനിഷ്ഠമായ അറിവിനെക്കുറിച്ചാണ് ഡോക്ടർ സ്മിത്ത് എഴുതിയത്. ഇവിടെ നിങ്ങളുടെ ഈ സാംസ്കാരിക വൈജ്ഞാനിക പുനർനിർമ്മാണ കൂട്ടായ്മയിൽ പങ്കെടുക്കുമ്പോൾ എൻ്റെ മുന്നിലിരിക്കുന്ന ഈ കുട്ടികളോട് ആ അറിവിനെ അടയാളപ്പെടുത്തിക്കൊണ്ട് വേണം എന്തും സംസാരിക്കാനെന്ന് ഈ ദിവസം തീരുമാനിച്ചത് അതുകൊണ്ടാകാം. നമ്മൾ അറിവ് നേടുന്നത് എങ്ങനെയാണ്? പുസ്തകത്തിൽ നിന്നാണോ? ആണോ? ആണ്, പുസ്തകത്തിൽ നിന്നൊക്കെയാണ്. പക്ഷെ അതിന് പുസ്തകം വായിക്കണ്ടേ? ജനിച്ചപ്പോൾ നമ്മൾ പുസ്തകം വായിച്ചോ? ഇല്ല. ഈ ലോകത്തിൽ നാം നേടുന്ന ആദ്യത്തെ അറിവുകൾ കണ്ടും കേട്ടുമാണ്. അതിൽ കേട്ടറിവ് പോലും കേൾക്കുന്നത് ഗ്രഹിക്കാനുള്ള കഴിവ് വന്നു കഴിയുമ്പോഴേ ഉണ്ടാകൂ. നമ്മുടെ കാഴ്ചയിലൂടെയാണ് ആദ്യത്തെ അറിവുകൾ നേടുന്നത്. ഈ പ്രപഞ്ചത്തിൽ പിറന്നു വീഴുന്ന ഏത് മനുഷ്യക്കിടാവും, അത് ചെച്ചിനിയയിലായാലും ചെട്ടിക്കുളങ്ങരയിലായാലും അസർബൈജാനിലായാലും ആലപ്പുഴയായാലും പാപ്പിനിശ്ശേരിയിലായാലും പപ്പുവ ന്യൂഗിനിയിലായാലും പിറന്നു വീഴുന്ന ഏത് മനുഷ്യക്കിടാവും ആദ്യം അറിയുന്ന ഒരറിവുണ്ട്. ആ അറിവ് ആ ജീവൻ്റെ, ആ കുട്ടിയുടെ, ആ കുഞ്ഞിൻ്റെ നേർക്ക് ആഹ്ലാദത്തോടെ നിറഞ്ഞ ഒരു ജോഡി കണ്ണുകൾ കൊണ്ട് ഒരു ഉപാധികളുമില്ലാതെ ലീനമായി തീക്ഷ്ണമായ സ്നേഹത്തോടെ നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ജോഡി കണ്ണുകളുള്ള ഒരു മുഖമാണ്. അതാണ് ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും സത്യസന്ധമായ അറിവ്. ആ അറിവിനേക്കാൾ ആഴമുള്ള മറ്റൊന്നില്ല. അതിൻ്റെ പേര് അമ്മ എന്നാണ്. ഡോക്ടർ സ്മിത്ത് തൻ്റെ പുസ്തകത്തിൻ്റെ അവസാനത്തെ പേജിൽ ഇങ്ങനെ എഴുതി: എൻ്റെ വിമാനം മുടക്കിയത്, എൻ്റെ വഴി തടസ്സപ്പെടുത്തിയത്, വഴിയിൽ മഞ്ഞു പെയ്തത്, ആ വീട്ടിൽ തന്നെ ഞാൻ ചെന്നെത്തിയത്, മടങ്ങിപ്പോരാൻ നേരം ഞാൻ കാരണം അന്വേഷിച്ചത്, ഇന്ന് ആ കുഞ്ഞൊരു അത്ലറ്റായി മാറി ജീവിതത്തിലേക്ക് തിരികെ വന്നതിന് പിന്നിൽ ഒരൊറ്റ കാരണമേ ഉള്ളൂ എന്ന് ഞാൻ തിരിച്ചറിയുന്നു. ആ കാരണത്തിൻ്റെ പേര് അമ്മ എന്ന വാക്കു മാത്രമാണ് എന്നാണ് ഡോക്ടർ സ്മിത്ത് എഴുതിയത്. ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും സത്യസന്ധമായ അറിവിൻ്റെ പേര് അമ്മ എന്നാണ്. എൻ്റെ മുന്നിലിരിക്കുന്ന ഈ കുട്ടികളൊക്കെ അറിവ് എന്ന കലയെ, വിജയം എന്ന കലയെ അടയാളപ്പെടുത്തി സ്വന്തമാക്കുമ്പോൾ ലോകത്തിലെ ഏറ്റവും മഹത്തായ അറിവ് നിങ്ങളുടെ വീടുകളിൽ നിങ്ങളെ കാത്തിരിക്കുന്നവരോ കാത്തിരുന്നവരോ ആയ നിങ്ങളുടെ അമ്മമാരെ ചേർത്ത് പിടിക്കുവാൻ നിങ്ങൾക്ക് കഴിയുമ്പോഴാണ് എന്ന് ഈ അവധിക്കാലത്ത് ഈ ശ്രേയസ് എന്ന പ്രോഗ്രാമിൽ പങ്കെടുത്തുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ള ആദ്യത്തെ നിർദ്ദേശം, ഈ മധ്യവേനൽ അവധിക്കാലത്തെങ്കിലും യാന്ത്രികമായ തിരക്കുകളുടെ പഠന മണിക്കൂറുകളിൽ പെട്ടുപോകാത്ത ഈ മധ്യവേനൽ അവധിക്കാലത്തെങ്കിലും എല്ലാ ദിവസവും നിങ്ങൾക്ക് നിങ്ങളുടെ അമ്മമാരെ ചേർത്ത് പിടിച്ച് ചുംബിക്കുവാൻ, മുത്തം കൊടുക്കുവാൻ ദിവസത്തിൽ ഒരു നേരമെങ്കിലും കഴിയണം എന്നുള്ളതിനേക്കാൾ വലിയ അറിവ് ആദ്യമായി എനിക്ക് നിങ്ങളോട് പറയാനില്ല. ഇനി രണ്ട് നിങ്ങളോടൊരു ഒത്തിരി കാര്യങ്ങളൊക്കെ പറയണമെന്ന് കരുതിയാണ് വന്നത്. പറയുകയും ചെയ്യും. പക്ഷേ എന്നെ വ്യക്തിപരമായി വല്ലാതെ അലോസരപ്പെടുത്തുന്ന, അസ്വസ്ഥനാക്കുന്ന ഒരു അന്തരീക്ഷം ഇവിടെയുണ്ട്. പലർക്കും അത് ഇഷ്ടപ്പെട്ടതാണ്, പ്രിയപ്പെട്ടതാണ്. പക്ഷേ എനിക്കത് വലിയ ബുദ്ധിമുട്ടാണ്. ഇങ്ങനെയുള്ള ഒരു സദസ്സിൽ സംസാരിക്കാനും എനിക്ക് പ്രയാസമാണ്, മറ്റുള്ളവർക്കത് ഇഷ്ടമാണ് എങ്കിലും. കാരണം എന്നെ വല്ലാതെ മടുപ്പിക്കുകയും മുഷിപ്പിക്കുകയും ചെയ്യുന്ന ഒരു അപകടം നിങ്ങളിൽ ഞാൻ കാണുന്നു. അത് നിങ്ങളുടെ ഈ ഒടുക്കലത്തെ വല്ലാതെ കണ്ട് മടുപ്പിക്കുന്ന ഈ അച്ചടക്കമാണ്, ഈ ഡിസിപ്ലിനാണ്. അതൊരു പക്ഷേ സ്നേഹക്കൂടുതൽ കൊണ്ടാകാം. പക്ഷേ ലെറ്റ്സ് നോട്ട് ബി ഫ്രൈറ്റൻഡ് ബൈ ദ പപ്പീസ് ബാർക്സ്, നോട്ട് ഈവൻ ദ തണ്ടർബോൾട്സ് ഓഫ് ഹെവൻ ഷൽ ഫ്രൈറ്റൻ യു. യു ആർ ഇന്ത്യൻ സ്റ്റുഡൻസ് വിത്ത് സ്റ്റീൽ നെർവ്സ് ആൻഡ് അയൺ മസിൽസ് എന്ന് പറഞ്ഞ സ്വാമി വിവേകാനന്ദൻ, നരേന്ദ്രനാഥ ദത്ത പറഞ്ഞതുപോലെ നായ്ക്കുട്ടികളുടെ ദീനരോധനങ്ങൾ കേട്ട് അലോസരപ്പെടരുത്. ആകാശത്തിന്റെ മേഘകമാനങ്ങൾ പിളർന്ന് കടന്നു വരുന്ന ഇടിമിന്നലിന്റെ ശരശക്തിയുള്ള നിനാദങ്ങൾ പോലും നിങ്ങൾ അസ്വസ്ഥപ്പെടുത്തരുത്.
ഉരുക്കുപേശികളും ഇരുമ്പ് ഞരമ്പുകളുമുള്ള ഇന്ത്യയിലെ വിദ്യാർത്ഥികളാണ് നിങ്ങൾ എന്ന പ്രതീക്ഷയോടെയാണ് ഞാൻ നിങ്ങളോട് പറയാൻ വന്നത്. അച്ചടക്കത്തോടെ അതിരറ്റ ബഹുമാനം വെറുതെ സമ്മാനിച്ച് ഗൗരവത്തോടെ കേട്ടുകൊണ്ടിരിക്കുന്നവരോട് ഒന്നും പറയാൻ അറിയാവുന്ന ഒരാളും അല്ല ഞാൻ. കാരണം നിങ്ങളുടെ മുന്നിൽ ക്ലാസ് എടുക്കാനും പഠിപ്പിക്കാനും വരാനുള്ള അർഹത എനിക്കുണ്ട് എന്ന് വിശിഷ്യ ഞാൻ കരുതുന്നില്ല. എനിക്കല്ലാതെ ആർക്കുമുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. കാരണം വിദ്യാഭ്യാസം എന്ന പ്രക്രിയ അധ്യാപകൻ വിദ്യാർത്ഥിയെ പഠിപ്പിക്കുന്നതാണ് എന്നല്ല, അധ്യാപകൻ വിദ്യാർത്ഥിയെയും വിദ്യാർത്ഥി അധ്യാപകനെയും പഠിപ്പിക്കുന്ന ഒരു പാരസ്പര്യ പ്രക്രിയയുടെ പേരാണ് വിദ്യാഭ്യാസം എന്ന ശരിയിൽ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് ഞാൻ ഇന്നിപ്പോൾ നിങ്ങളോട് പറയുന്ന കാര്യങ്ങൾ മുഴുവൻ അതുപോലെ ഉൾക്കൊള്ളുന്നവരാകണം നിങ്ങളിൽ ഇരിക്കുന്നവർ എന്നുള്ള അഭിപ്രായമേ എനിക്കില്ല. ഞാൻ പറയുന്നത് കേൾക്കാം, അത് അനുയോജ്യമായ രീതിയിൽ സ്വീകരിക്കുകയോ തള്ളിക്കളയുകയോ നിശ്ചിതമായി എതിർക്കുകയോ ഇഷ്ടത്തോടെ ആ വാക്കുകളെ ആലിംഗനം ചെയ്യുകയോ ചെയ്യുന്നത് നിങ്ങളുടെ മാത്രം സ്വാതന്ത്ര്യമാണ്. ആ സ്വാതന്ത്ര്യത്തിനു വേണ്ടി അവസാന നിമിഷം വരെ പൊരുതുക എന്നുള്ളതാണ് എന്നെപ്പോലെ ഒരാളിൻ്റെ കടമ എന്ന് വിശ്വസിക്കുകയും ചെയ്യുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് നിങ്ങളുടെ അച്ചടക്കം വേണ്ട. കയ്യടിക്കാനും ബഹളമുണ്ടാക്കാനും എതിർപ്പുണ്ടെങ്കിൽ എതിർ അഭിപ്രായങ്ങൾ കേൾക്കുമ്പോൾ കൂവാനും ഒക്കെ തയ്യാറാകുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങളോട് കുറച്ച് കാര്യം പറയാൻ ഞാനും റെഡി. ബട്ട് ആർ യു റെഡി? ഒന്നും കേട്ടില്ലല്ലോ. ആർ യു റെഡി? ഒരു മുഴക്കം മാത്രം കേട്ടു. ആർ യു റെഡി? അങ്ങനെയാണെങ്കിൽ പറയാം. ശ്രേയസിൽ ഞാൻ വന്നിട്ട് നിങ്ങളോട് ഏതെങ്കിലും കലയെക്കുറിച്ച് കുറച്ച് നേരം സംസാരിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചാണ് വന്നത്. കാരണം ഈ പറഞ്ഞതുപോലെ ഔദ്യോഗിക ഉത്തരവാദിത്വം ഇപ്പോൾ കലയുടെ മേഖലയിലാണ്. ഞാനിപ്പോൾ നമ്മുടെ കേരള സർക്കാരിൻ്റെ സാംസ്കാരിക വകുപ്പിൻ്റെ സമുച്ചയത്തിൻ്റെ വൈലോപ്പള്ളി സംസ്കൃതി ഭവൻ്റെ വൈസ് ചെയർമാൻ VC ആണ്. അപ്പോൾ അതുകൊണ്ട് കലാപരമായി എന്തെങ്കിലും പറയാമെന്നാണ് ആദ്യം കരുതിയത്. അങ്ങനെയാണ് ഞാൻ പാട്ട് അല്ലെങ്കിൽ സംഗീതം ഇഷ്ടമല്ലേ? പക്ഷെ സംഗീതത്തെക്കുറിച്ച് പറയാൻ വേണ്ടി വന്നപ്പോൾ ഞാൻ ഈ പാട്ട് പാടും എന്നുള്ളത് നിങ്ങൾക്കറിയില്ല എന്നെനിക്കറിയാം. നിങ്ങൾക്ക് ഈ ക്വിസ് പ്രസംഗം റിവേഴ്സ് ക്വിസൊക്കെ അല്ലാതെ ഞാൻ പാട്ട് പാടുമെന്നുള്ളത് എന്തായാലും